ഹായ്, ഇന്ന് നമുക്കേ ഒരു സോയ റോസ്റ്റ് ഉണ്ടാക്കാൻ കുറേ ദിവസമായി സോയ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ഓർത്ത് സോയ റോസ്റ്റ് ഉണ്ടാക്കി ചപ്പാത്തിയും ചുടാവുന്നു. അതിനായിട്ട് ഞാനേ കുറച്ച് സോയ എടുത്തൊന്ന് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ സോയയാണ്. ഇത് നമുക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. സോയ ഒരു തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റാം. വെള്ളം മൊത്തം ഇതിനകത്ത് കയറിയിട്ടേ ഇതിങ്ങനെ കുതിർന്ന് നല്ല വലിയതായിട്ട് വരും. ഈ സോയ ഇനി നമുക്കേ കോരി എടുക്കാം. കോരി ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയാണേ. പിന്നെ ഇത് തണുക്കുന്നവരെ വെച്ചോണ്ടിരുന്ന കുറേ സമയം പോകും. രണ്ടു വട്ടം ഒന്ന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് തണുക്കും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ സോയ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മുളകും കോൺഫ്ലവറും ഒക്കെ എല്ലായിടവും ഒന്ന് പിടിക്കണമല്ലോ. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സോയ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ഫ്രൈ ചെയ്യണ്ട. ഇതുപോലെ ആയിട്ടുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. നമുക്ക് വേറൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് തേങ്ങ വറുത്ത് പോരാ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് നമുക്കിനി തേങ്ങാക്കൊത്ത് കോരി മാറ്റാം. ഇതിലേക്കൊരു 4-5 മുളക്. അത് ആ മുളകിന് ഇച്ചിരി സൗന്ദര്യം കുറവ് നമ്മുടെ ഇവിടെ പിടിച്ച മുളകായതുകൊണ്ടാണ്. ആ മുളക് ഒന്ന് വറുത്ത് പോരാം. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം പെരുംജീരകം, പിന്നെ ഒരു ഗ്രാമ്പുണ്ട്, ഒരു ഏലക്ക ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കുരുമുളക്. ഇതിലിപ്പോൾ നമ്മൾ പെരുംജീരകം, കുരുമുളക്, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, 2 കുഞ്ഞ് കഷ്ണം പട്ട, ഇത്രയും സാധനം ഞാൻ തീ ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. അതിലേക്ക് കരിഞ്ഞു പോകും. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. അത്രയും അത് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കതേ ഒരു 3 സവാള, 2 കുഞ്ഞ് സവാള, ഒരു വലിയ സവാളയായിരുന്നു അരിഞ്ഞു വെച്ചിട്ടുണ്ടായി. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നിറം മാറണം. സവാള ഒന്ന് ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേ ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് നിറം മാറട്ടെ നന്നായിട്ട്. ഒരു സാധനം ചേർക്കാൻ മറന്നുപോയി. ലേശം ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം ഇട്ടാലും അങ്ങ് ആയിക്കോളും. കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം പെട്ടെന്ന് തന്നെ പൊട്ടിക്കോളും. ഇപ്പം ഇട്ടാലും മതി. പിന്നെ സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ആ മസാലയും സവാളയും എല്ലാം ചേർന്നൊരു നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മൾ ആ സവാളയും മസാലയും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടെ ആ നട്ട് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി വീണ്ടും ആ സെയിം ചീനിച്ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. ഇത് നമ്മുടെ മസാല ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തേക്കുന്നുണ്ടാ. ഇനി ഈ ചതച്ച മസാല നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത്രയും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നില്ല, ഓൾറെഡി മുളക് അരച്ച് ചേർത്തിട്ടുണ്ട്, കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഈ മുളക് ചേർത്ത് എരിവ് കൂടും. ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ അരച്ച മിക്സി കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം വേണമെന്നില്ല. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ സോയ റോസ്റ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കട്ടെ. ലേശം ഉപ്പ് വേണേ. ഇത്ര ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. അങ്ങനെ ഇപ്പം നമ്മുടെ കറി വെച്ചിട്ടൊരു ഹാഫ് അവർ ആയേ. ഇനി നമുക്ക് ആ കറി ഒന്ന് നോക്കാം. നോക്കിയേ, നമ്മുടെ റോസ്റ്റ് നല്ല സെറ്റായിട്ടുണ്ട്. ഉണ്ടോ? നല്ല നല്ല സെറ്റായിട്ടുണ്ട്. ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കട്ടെ. നല്ല രുചി കേട്ടോ. ആ തേങ്ങാക്കൊത്തും ഇടയ്ക്ക് ചവയ്ക്കാൻ കിട്ടുമ്പോഴേ നല്ല രസമുണ്ട്. ഞാൻ അരമണിക്കൂർ ഗ്യാപ്പിലേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ആ ചപ്പാത്തിയും സോയ റോസ്റ്റും ആയിട്ട് കഴിക്കാം. നമുക്കിത് കഴിച്ചു നോക്കാം. ആദിക്കും കൊടുക്കാം. എന്താണ് ആദി? ഇതെന്താണ്? സോയ. എന്താണ്? അത് കഴിച്ചു നോക്കിയാ? അങ്ങനെ ഉണ്ട്. നല്ല ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി. രണ്ടായിട്ട് പൊങ്ങി വരും. അത് കൊള്ളാവോ? അത് TV-യിലാണ്. അത് സൂപ്പറാണ്. സൂപ്പറായിട്ടോ. സോയാന്ന് പറയത്തില്ല, അത്രയും ടേസ്റ്റാണ്. ഏറ്റവും ചിലവ് കുറച്ച് ചെയ്യാവുന്നൊരു കറിയാണ്. സോയക്ക് വലിയ വിലയൊന്നും ഇല്ലല്ലോ. ഒന്ന് നല്ല ടേസ്റ്റി ആയിരിക്കും. സോയ ആദ്യമൊക്കെ എനിക്ക് സോയ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ ഓരോ പാചകം പഠിച്ചിട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ സോയ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രമല്ല, ഇനി സോയ ഞാൻ വേറെ സ്റ്റൈലിലൊക്കെ ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ എല്ലാവരും ഈ കറി ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. നല്ല കറിയാണ്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.